സാധാരണ കാണാത്തൊരു ദൃശ്യം നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടു. അത് കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ പിണറായി വിജയൻ താമസിച്ച അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുകയും അവിടെ വെച്ചിട്ട് നിർമ്മല സീതാരാമനും KV തോമസും ഗവർണറായിട്ടുള്ള രാജേന്ദ്ര ആർലേക്കറും പിണറായി വിജയനും കൂടി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സാധാരണ കേന്ദ്രമന്ത്രിമാരെ, പ്രത്യേകിച്ചും പ്രമുഖമായിട്ടുള്ള പോർട്ട്ഫോളിയോകൾ വഹിക്കുന്ന ആളുകളെ, പണിയില്ലാതെ നടക്കുന്ന സഹമന്ത്രിമാരെയല്ല, ഇതുപോലെ ഗംഭീരമായ പണിയുള്ള പോർട്ട്ഫോളിയോ വഹിക്കുന്ന പലരെയും അങ്ങോട്ട് ചെന്ന് കാണുകയാണ് മുഖ്യമന്ത്രിമാരൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ അതിന് പകരം വളരെ ഇൻഫോർമലായിട്ടുള്ളൊരു മീറ്റിംഗ് നിർമ്മല സീതാരാമൻ ഇങ്ങോട്ട് വന്ന് നടത്തി. അപ്പോൾ അങ്ങനെ നടത്തിയതിൻ്റെ പിന്നിലെ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. ഇത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒരു ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്ന ഒരു മീറ്റൊക്കെ എറണാകുളത്ത് ഹയാത്തിൽ വെച്ച് നടത്തിയപ്പോൾ അതിൽ പീയൂഷ് ഗോയൽ വന്ന് വലിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമൊക്കെ വാഗ്ദാനം ചെയ്യുന്നത് നമ്മൾ കണ്ടു. പിന്നെ അദാനി ഒരു 30,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുമെന്ന് പറയുന്നത് നമ്മൾ കേട്ടു. കൂടാതെ നിതിൻ ഗഡ്കരി വലിയ രീതിയിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ഓഫറുകൾ റോഡ് പണിയുന്നതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് കേട്ടു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഇതെല്ലാം നമ്മൾ ഇതിനു മുമ്പ് കണ്ടേക്കണത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ പിണറായി വിജയനും CPM-ഉം LDF ഗവൺമെൻറ്റും ഒക്കെ തമ്മിൽ വലിയ തോതിൽ ശത്രുതയുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ പ്ലഷർ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് KN ബാലഗോപാലിനെ മാറ്റണമെന്ന് പോലും ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത് നമുക്കറിയാം. യഥാർത്ഥത്തിൽ കൃത്യമായിട്ടുള്ളൊരു പ്രതിപക്ഷമായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ ആരിഫ് മുഹമ്മദ് ഖാനാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. ഞാനൊക്കെ തന്നെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ BJP തന്ത്രമൊന്നും മാറ്റിപ്പിടിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിനോട് ചേർന്ന് നിൽക്കാനായിട്ട് CPM-ഉം കൂടി തീരുമാനിച്ചിരിക്കുന്നു രാഷ്ട്രീയമായി. അതാണ് ഈ സംഭവങ്ങളിലൂടെ വെളിപ്പെടുന്നത്. ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കർ ഈ പറഞ്ഞ നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളുടെയും മീറ്റിംഗ് പോലും വിളിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ആതിഥേയത്വം വഹിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. കേരള ഹൗസിൽ വെച്ച്, അതിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് BJP ഒരു ലൈൻ മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഒരു മുന്നണി എന്ന് പറയുന്നത്, ജയിച്ചതൊക്കെ മഹാഭൂരിപക്ഷം UDF-കാരാണെങ്കിലും കൃത്യമായി വോട്ട് ഷെയറിൽ വലിയ നേട്ടമുണ്ടാക്കിയ ഒരു മുന്നണി എന്ന് പറയുന്നത് NDA ആണ്. നാഷണൽ ഈ പറയുന്ന NDA അലയൻസ് ആണ് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയത് എന്ന് മാത്രമല്ല, ഏതാണ്ട് 4% വോട്ടുകൾ കഴിഞ്ഞ തവണ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് അവർക്ക് മാത്രമാണ്. കോൺഗ്രസിനും അതുപോലെ തന്നെ CPM-നും ഒക്കെ പെർസെൻറ്റേജ് ഓഫ് വോട്ടുകൾ കുറയുകയാണ് കഴിഞ്ഞ തവണ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ട് പോലും BJP എന്തുകൊണ്ടാണ് നയം മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ, BJP കേരളത്തെക്കുറിച്ച്, കേരളത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ഇനി 2026 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 15 സീറ്റുകളെങ്കിലും തങ്ങൾക്ക് നിയമസഭയിലേക്ക് നേടാനും ഏറ്റവും കുറഞ്ഞത് 10 സീറ്റുകളെങ്കിലും നേടാനുമുള്ള ലെവലിലേക്ക് അവർ വളരെ ഫോക്കസ്ഡായി പോകുന്നു. ആ ഫോക്കസ്ഡായി പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സംഘടനാ ജില്ലകൾ 30 എണ്ണമായി അവർ കൂട്ടിയത്. അപ്പോൾ അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ് കൊണ്ട് മാത്രം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധത ഉണ്ട്. ആ പിണറായി വിരുദ്ധതയുടെ ആനുകൂല്യം തങ്ങൾക്ക് മുതലാക്കാൻ കഴിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പിണറായി വിജയനെയും സർക്കാരിനെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനും ഇതേവരെയുള്ള K. സുരേന്ദ്രനെ പോലെയുള്ള ആളുകളൊക്കെ മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് അതിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ CPM-നോ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ പോലും സമാഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതൊരു നാഷണൽ ലെവൽ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒന്ന് BJP-യുമാണ് എന്നുള്ളത് കൊണ്ട് കുറേ വോട്ടുകൾ, ഈഴവ വോട്ടുകളൊക്കെ തന്നെ CPM-ൽ നിന്ന് CPM-ലേക്ക് സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ തന്നെ അതൊക്കെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് BJP-യിലേക്ക് വന്നു. പക്ഷേ ഇത്തവണ BJP-യുടെ പഠനത്തിൽ നിന്ന് BJP 2 ടീമുകളെ വെച്ച് കൃത്യമായി സർവേ നടത്തിയിൽ നിന്ന് BJP മനസ്സിലാകുന്നത്, സംസ്ഥാന പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അത്തരം CPM-ൽ നിന്ന് വോട്ടുകൾ ഭിന്നിച്ചു വന്ന് BJP-യിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ് എന്നവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം
ഏറ്റവും കൂടുതൽ മുതലാക്കാൻ പോകുന്നത് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസിന് അനുകൂലമായിട്ടായിരിക്കും ആ വോട്ടുകൾ, ഏതെങ്കിലും ഭരണവിരുദ്ധ വികാര വോട്ടുകൾ കൂടുതലായിട്ട് പോകാൻ കഴിയുക. അതുമാത്രമല്ല പ്രശ്നം, ഈ അടുത്ത തവണ BJPക്ക് അധികാരം പിടിക്കാൻ കഴിയണമെങ്കിൽ ആ അധികാരം പിടിക്കാനുള്ള ലെവലിലേക്ക് എത്തുമ്പോൾ വലിയൊരു ചോദ്യം കൂടി മുന്നിലേക്ക് വരും. കാരണം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് എന്ത് കൊടുത്തു എന്നുള്ളത്. ആ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് എന്ത് കൊടുത്തു എന്നുള്ളതിൽ നമുക്കറിയാം, ഇപ്പോൾ വയനാട് ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ലോൺ അനുവദിക്കുക മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്. വലിയ തോതിലുള്ള പാക്കേജുകളൊന്നും അനുവദിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള പ്രചാരണമാണ് CPM നടത്തുന്നത്. ഈ കഴിഞ്ഞ സമ്മേളനത്തിൻ്റെ ഭാഗമായി പോലും അതുപോലെ ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിമാരൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ജാഥകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് വേണ്ട രീതിയിൽ കേരളത്തെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നൊരു വിമർശനമുണ്ട്. അതിനെ അതിജീവിച്ചേ പറ്റൂ എന്ന് BJPക്ക് മനസ്സിലായിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഈ പിണറായി വിരുദ്ധത മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, സർക്കാർ വിരുദ്ധത മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവർക്ക് വോട്ടേഴ്സിന് നൽകാൻ ചില പ്രതീക്ഷകളും സ്വപ്നങ്ങളും കൂടി വേണം. അപ്പോൾ കേരളം എങ്ങനെ ഡെവലപ്പ് ചെയ്യിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ എന്നുള്ളത് കൃത്യമായി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ കൃത്യമായി രാജേന്ദ്ര ആർലേക്കറും കേന്ദ്ര ഗവൺമെൻറ്റുമൊക്കെ കേരളത്തെക്കുറിച്ച് അവർക്ക് കൂടി വലിയ സ്വപ്നങ്ങളുണ്ടെന്നും ഇത് BJPയെ ഭരണമേൽപ്പിച്ചാൽ വലിയ തോതിലുള്ള വികസനം വരുമെന്നും, അങ്ങനെ വികസനം വരുമ്പോൾ ഇവിടെ കേരളത്തിലും BJP സർക്കാരും കേന്ദ്രത്തിലും BJP സർക്കാർ വന്നാൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യണമെന്നും, അങ്ങനെയൊന്നും കിട്ടാതെ തന്നെ ഞങ്ങൾ ഇത്തരത്തിലുള്ള ഞങ്ങളുടെ പരിമിതമായ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നുമൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് കൂടി മുന്നോട്ട് വെക്കണം എന്ന് BJP തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ BJP ഇത്തരത്തിലുള്ള ഒരു കൂടിച്ചേരലിന് കളമൊരുക്കുന്നത്. ഇതുകൊണ്ട് ഒരു താൽക്കാലികമായ നേട്ടം യഥാർത്ഥത്തിൽ CPMനുണ്ട്. ആ CPMനുണ്ടായ നേട്ടം ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ ഒരു കുറച്ചെങ്കിലും BJPയിലേക്ക് ഭിന്നിച്ചു പോവുകയും അത് കോൺഗ്രസ്സിന് കിട്ടാതിരിക്കുകയും ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ വോട്ടുകളൊക്കെ തന്നെ തൃശ്ശൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള ഭാഗങ്ങളിൽ കാര്യമായ രീതിയിൽ BJPയിലേക്ക് ഒഴുകുകയും ഒക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഭിന്നിച്ചു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായി വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസ്സിനാണ്. അങ്ങനെ കോൺഗ്രസ്സിന് തിരിച്ചടി ഉണ്ടായാൽ അത് CPMനെ ഭരണത്തിലേറാൻ സഹായിക്കും. പക്ഷേ വലിയൊരു ഫോഴ്സായി വേണമെങ്കിൽ ഒരു കൃത്യമായ ഊർജ്ജസ്വലമായ ഒരു പ്രതിപക്ഷമായി മാറാൻ കഴിയുന്ന ലെവലിലേക്ക് ഒരു 10-15 സീറ്റുകളിലേക്ക് BJPക്ക് എത്തിച്ചേരാൻ കഴിയും. ഇത് ഞാൻ പറയുമ്പോൾ 2021 പിണറായി വിജയന് തുടർഭരണം കിട്ടിയ സമയത്ത് പോലും 8-9 സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് BJP ആണെന്ന് നിങ്ങൾ ആലോചിക്കണം. വളരെ ചെറിയ മാർജിനുകളിലാണ് ചില സ്ഥലത്ത് തോറ്റിട്ടുള്ളത് എന്ന് ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 സീറ്റുകളെങ്കിലും അല്ലെങ്കിൽ ഒരു 15 സീറ്റുകളെങ്കിലും നേടാൻ കഴിയുന്ന ലെവലിലേക്ക് എത്തണമെങ്കിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള പൊളിറ്റിക്സ് മാത്രമല്ല, പകരം ഞങ്ങൾക്ക് ഈ കേരളത്തിൻ്റെ ഭാവി സ്വപ്നങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ടെന്നും അത് കൂടുതലായി മേടിച്ചെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കഴിയുമെന്നും, അങ്ങനെ ഞങ്ങളുടെ ഭരണം വന്നാൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള സൗകര്യങ്ങളുണ്ടാകുമെന്നും BJPക്ക് പറയാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പൊളിറ്റിക്സിൽ കേരള ഗവൺമെൻറ്റുമായി ഭിന്നിച്ചു നിൽക്കാതെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നിക്കുന്നുവെന്നും അതിൽ കേന്ദ്ര ഗവൺമെൻറ് വലിയ സഹായങ്ങൾ കിട്ടാൻ പോകുന്നുവെന്നുള്ള വലിയ തോതിലുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നത്. ഇതാണ് ആദ്യത്തെ കാര്യം. ഇതിൻ്റെ ഇടയിൽ BJPക്ക് ഉണ്ടാകാൻ കഴിയുന്ന വലിയൊരു നേട്ടം കൂടിയുണ്ട്. അത് ഈ 6-7 മാസങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന ഒരു നമുക്കറിയാം ലോക്കൽ ബോഡികളുടെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ പഞ്ചായത്തുകളിലും 940ഓളം വരുന്ന പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കൊച്ചിൻ കോർപ്പറേഷൻ അടക്കമുള്ള നിരവധി കോർപ്പറേഷനുകൾ, കാലിക്കറ്റ് കോർപ്പറേഷൻ അടക്കമുള്ള നിരവധി കോർപ്പറേഷനുകളും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ അടക്കമുള്ള കോർപ്പറേഷനുകളിലുമൊക്കെ വലിയ പ്രതീക്ഷകൾ BJPക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിലെങ്കിലും ഒരു മേയർ സ്ഥാനം പിടിക്കുക, അത്തരത്തിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഞങ്ങൾ ഈ പറയുന്ന സമരവും പിണറായി വിജയൻ സർക്കാരിനെതിരായ പ്രതിഷേധവും മാത്രമല്ല, പകരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ തോതിലുള്ള ഡെവലപ്മെൻറ്റ് വികസനവും കൂടി ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റുമായി യോജിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ലോക്കൽ ബോഡികൾ ഇലക്ഷനുകളിൽ ഞങ്ങൾ ജയിക്കുന്നിടത്തെല്ലാം വലിയ തോതിൽ ജനത്തിന് ഗുണകരമാകുന്ന വികസന പ്രവർത്തനങ്ങൾ കൂടി നടത്താൻ കഴിയുമെന്ന് കൃത്യമായി
BJPയുടെ ഏജൻസികൾ, അതായത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകൾ അഡ്വൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് രാജേന്ദ്ര ആർലേക്കർ ഇങ്ങോട്ട് വന്നതുപോലും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വലിയ വ്യത്യാസം കേരളത്തിലുണ്ടായിട്ടുള്ളത്. അതായത് അടുത്ത ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് CPMഉം അതുപോലെ BJPയും തയ്യാറെടുക്കുന്നു. പക്ഷെ അതേസമയം സങ്കടകരമെന്ന് പറയട്ടെ, കോൺഗ്രസ് ഇതിനെ ഒന്നും കൃത്യമായി ഫൈറ്റ് ചെയ്യാനോ ഇതിനെ മറുതന്ത്രം പണിയാനോ ഒന്നും കോൺഗ്രസ്സിന് കഴിയുന്നില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ 8-ാം തീയതി രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ വെച്ചൊരു ഗംഭീരമായിട്ടുള്ള പ്രസംഗം നടത്തി. വനിതാ ദിനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ പറയുന്ന ഓരോ വർഷവും, അതായത് 2012-ലും അത് 2015-ലും ഓരോ കൊല്ലവും കഴിയുമ്പോൾ നിങ്ങൾ ഇലക്ഷനുകളുടെ പ്ലാനുമായി എത്തുന്നു എന്നുള്ളതല്ല ചെയ്യേണ്ടത്. പകരം സംഘടന ഉണ്ടാക്കാനും പാർട്ടികൾ വളർത്താനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. പകരം അങ്ങനെ ശ്രമിക്കുന്നവരുടെ ആ നമ്പർ വളരെ വളരെ കുറവാണ് പാർട്ടിയിൽ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നിശിതമായ വിമർശനമാണ് ഈ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അദ്ദേഹം തന്നെ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, കോൺഗ്രസ്സുകാർക്ക് ജനങ്ങളിലോട് അടുപ്പമുണ്ടാവുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിച്ചെല്ലുകയും അവരുമായി ഒരു കണക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാത്ത കോൺഗ്രസ്സുകാരുടെ നമ്പറാണ് ഗുജറാത്തിലുള്ളത് എന്നുള്ളതും, അതുകൊണ്ടാണ് ഗുജറാത്തിൽ പാർട്ടിക്ക് വേരോട്ടമില്ലാത്തതെന്നും അത് താഴേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നതെന്നും കൃത്യമായ വിമർശനമുയർത്തുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ പാർട്ടിയെ ഒന്ന് റീബ്രിക്ക് ചെയ്യേണ്ട, വീണ്ടും ഈ പറയുന്ന പോലെ പടുത്തുയർത്തേണ്ട ആവശ്യങ്ങളിലേക്കുള്ള കൃത്യമായിട്ടുള്ള സാധ്യതകൾ കൂടി അദ്ദേഹം പറയുകയാണ്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ ഓരോ സ്റ്റേറ്റിലും ഈ നടപടികളെടുക്കാൻ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസും രാഹുൽ ഗാന്ധിയൊക്കെ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ആദ്യം ഇനി കോൺഗ്രസിനെ തയ്യാറാക്കണമെങ്കിൽ കോൺഗ്രസിലുള്ള എല്ലാ കട്ടകളെയും നിങ്ങൾ വിടർത്തി താഴെയിടുക. എന്നിട്ട് ഓരോ പോസ്റ്റിനും ആവശ്യമുള്ള ആളുകളെ മാത്രം കൃത്യമായി കീ പൊസിഷനുകളിലേക്ക്, സ്ഥാനങ്ങളിലേക്ക് ഇരുത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. അത് ചെയ്യാത്തിടത്തോളം കാലം കേരളത്തിലെ ഈ സ്ട്രാറ്റജിയെ മറികടക്കാൻ കോൺഗ്രസിന് എത്രത്തോളം കഴിയും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഉത്തർപ്രദേശിലൊക്കെ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ സംഭവിച്ച പോലെ സാധാരണക്കാരായ ആളുകൾ അവർ വളരെ കൃത്യമായ ബോധത്തിൽ വോട്ട് ചെയ്താൽ മാത്രമേ കോൺഗ്രസിന് ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയൂ. ഈ കഴിഞ്ഞ ദിവസം പോലും ജി സുധാകരനെയും അതുപോലെ സി ദിവാകരനെയും വിളിച്ചുകൊണ്ട് KPCC ഒരു പരിപാടി നടത്തി. ആ പരിപാടി നടത്തിയപ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനുമൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ അതിൽ പങ്കെടുത്തുകൊണ്ട് ഈ രണ്ട് പേരിൽ ഒന്ന് ജി സുധാകരൻ തന്നെ വിശ്വപൗരനാകണമെങ്കിൽ ജവഹർലാൽ നെഹ്റു വിശ്വപൗരനാണ്, അതുപോലെ മറ്റു പല ആളുകളൊക്കെ വിശ്വപൗരന്മാരാണ്. പക്ഷേ അതുകൊണ്ട് തരൂർ അവിടെ UN-ൽ വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാകില്ല എന്ന് പറയുമ്പോൾ തരൂരിൻ്റെ ഒരു ഇമേജ് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അതിന് കൈയടിക്കുമ്പോൾ, കോൺഗ്രസ് ഒന്നടങ്കം കൈയടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തരൂർ കോൺഗ്രസ്സിലാണല്ലോ എന്ന് പറഞ്ഞ് കിട്ടാനുള്ള വോട്ടുകളെ കൂടി കളയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് മറന്നുകൂടാ. അതുകൊണ്ടാണ് പറഞ്ഞത്, കോൺഗ്രസ് വലിയ അപകടത്തിലാണ്. ഇത്തരത്തിൽ കൃത്യമായ സ്ട്രാറ്റജികളെ മറികടക്കാൻ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ.